നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെയ്ലി ഹാമിൽട്ടൺ തിയറമാണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഏതൊരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിന് ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടാവും. അത് ആ സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ. ഇതാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി എ എന്ന് പറയുന്നതാണ് ഒരു സ്ക്വയർ മെട്രിക്സ് എങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, its characteristic equation is given by determinant a minus lambda I equal to 0. ഇതാണ് ഒരു സ്ക്വയർ മെട്രിക്സ് എയുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫോം എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് ഇതിപ്പോൾ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്നാണ്, മെട്രിക്സ് ഫോമിലാണ്. ഇത് ഡിറ്റർമിനൻ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് നോക്കാം. ലാംഡ റൈസ് ടു n പ്ലസ് സ്മോൾ എ n മൈനസ് 1 ലാംഡ റൈസ് ടു n മൈനസ് 1 പ്ലസ് എ n മൈനസ് 2 ലാംഡ റൈസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എ 1 ലാംഡ റൈസ് ടു 1 പ്ലസ് എ 0 ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ തന്നെ അടുത്തൊരു ഫോമാണ് ലാംഡയുടെ ടേംസിലും ലാംഡയുടെ കോഎഫിഷ്യൻ്റ് ആയ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിൽ വരും. ഇവിടെ എ എന്ന് പറയുന്ന എലമെൻറ്റ്സ് വേരിയബിൾസ് എങ്ങനെയാണ് വരുന്നത്? ആ മെട്രിക്സിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് മെട്രിക്സ് ഓപ്പറേഷൻസ് ചെയ്ത് കഴിയും. ഡിറ്റർമിനൻ്റ് എടുക്കുന്നതിൻ്റെ പ്രോസസ്സിൽ വരുന്ന കോഎഫിഷ്യൻസ് ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഇതേ ഇക്വേഷൻ തന്നെ മെട്രിക്സ് ഫോമിൽ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ നോക്കാം. അങ്ങനെ എഴുതാനായിട്ട് ഈ ലാംഡയിനെ എ വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഇൻ മെട്രിക്സ് ഫോം a raised to n plus a n minus 1 a raised to n minus 1 plus a n minus 2 a raised to n minus 2 plus etc plus a1 a raised to 1 plus a0 I is equal to 0. ഇത്രയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. So, Kaylee Hamilton theorem states that every square matrix satisfies its own characteristic equation. 1. ഇനി എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അതിൻ്റെ തന്നെ വേറൊരു ഫോമാണ്, ലാംഡയുടെ ടൈംസിലുള്ള ഒരു ഫോമാണ് ലാംഡ റൈസ് ടു n പ്ലസ് എ n മൈനസ് 1 ലാംഡ റൈസ് ടു n മൈനസ് 1 പ്ലസ് എ n മൈനസ് 2 ലാംഡ റൈസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് a1 ലാംഡ റൈസ് ടു 1 പ്ലസ് a0 ഈക്വൽ ടു 0. ഇനി മെട്രിക്സ് ഫോമിൽ മെട്രിക്സ് ഫോം ഈ ലാംഡയിനെ എ വെച്ച് റീപ്ലേസ് ചെയ്യണം. എ റൈസ് ടു n പ്ലസ് എ n മൈനസ് 1 എ റൈസ് ടു n മൈനസ് 1 പ്ലസ് എ n മൈനസ് 2 എ റൈസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് a1
എ റേസ് ടു 1 പ്ലസ് A0 I = 0. ഇത്രയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. ഇനി ഇതിൻ്റെ പ്രൂഫ് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് ഓഫ് ഓർഡർ n. കൺസിഡർ എ സ്ക്വയർ മാട്രിക്സ് A of order n. Then the characteristic equation is given by നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റർമിനൻറ്റ് A - λI = 0. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഫോം എന്ന് പറയുന്നത് λn പ്ലസ് An - 1 λn - 1 പ്ലസ് An - 2 λn - 2 പ്ലസ് എക്സെട്ര പ്ലസ് A1 λ1 പ്ലസ് A0 = 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദ മെട്രിക്സ് ഫോം ഓൾസോ ഹോൾഡ്. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രിക്സ് ഫോമും ഇതുപോലെ തന്നെ വരും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് A raised to n plus An - 1 A raised to n - 1 plus An - 2 A raised to n - 2 plus etc plus A1 A plus A0 I = 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഹാവ് A × adjoint A = ഡിറ്റർമിനൻറ്റ് A × I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ നമ്മളൊരു I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിപ്പോൾ എങ്ങനെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഡിറ്റർമിനൻറ്റ് A എങ്ങനെ A × adjoint A ആയി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് A / ഡിറ്റർമിനൻറ്റ് A ആണ്. അപ്പോൾ ഇവിടെ ഈ A ഇൻവേഴ്സ് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് A = അഡ്ജോയിൻറ്റ് A / A ഇൻവേഴ്സ്. ഈ A ഇൻവേഴ്സ് മുകളിലെടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് A × A. ഒരു I കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. സോ നമുക്ക് A × adjoint A = A × I എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് A × adjoint A = ഡിറ്റർമിനൻറ്റ് A × I. ഇനി ഇവിടെ ഈ Aന് A - λI വെച്ച് റീപ്ലേസ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ്, അതായത് ഇവിടെ A - λI എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അതിൽ നിന്ന് λI മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഈ ഡിറ്റർമിനൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുള്ള ഫോം എന്ന് പറയുന്നത് =0 മാറ്റിക്കഴിഞ്ഞാൽ അത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ്. =0 ഇട്ട് കഴിഞ്ഞാലാണ് അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാക്കി മാറുന്നത്. ഇത് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഇക്വേഷനാണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇത് ട്രൂ ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. A × adjoint A = ഡിറ്റർമിനൻറ്റ് A × I. സോ ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ Aന് A - λI വെച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് വെച്ച് Aനെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് A by A - λI. സോ ആ റീപ്ലേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ
എ മൈനസ് ലാംഡ ഐ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു ഐ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐയുടെ വാല്യൂ ഉണ്ട്. അത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. അതായത് ഡിറ്റർമിനൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് വരുന്നത്. ഈ വാല്യൂ എന്ന് പറയുമ്പോൾ ഏതാണ്? ലാംഡ റൈസ് ടു എൻ എ എൻ മൈനസ് വൺ ലാംഡ റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര എ വൺ ലാംഡ എ സീറോ ഈക്വൽ ടു സീറോ. ഈ ഇക്വേഷൻ തിരിച്ചും നമുക്ക് എഴുതാം. അതായത് എ സീറോ പ്ലസ് എ വൺ ലാംഡ വൺ പ്ലസ് ഈ ടേംസ് പ്ലസ് ലാംഡ എൻ. സോ വി ഹാവ് determinant a minus lambda I is equal to a0 plus a1 lambda plus etc plus ഇവിടെ a2 lambda raised to 2 ഉണ്ട് പ്ലസ് a n minus 1 lambda raised to n minus 1 പ്ലസ് lambda raised to n. ഇതാണ് ഡിറ്റർമിനൻറ്റ് a minus ലാംഡയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അഡ്ജോയിൻറ്റ് എ മൈനസ് ലാംഡ ഐയുടെ എക്സ്പാൻഷൻ എന്താണ്? അഡ്ജോയിൻറ്റ് എ മൈനസ് ലാംഡ ഐയുടെ ടേംസിൽ എക്സ്പാൻഷനിൽ ഒരു ടേം കുറവായിരിക്കും. ഈ ലാംഡ റൈസ് ടു എൻ എന്ന് പറയുന്ന ടേം ഉണ്ടാകത്തില്ല. അതുമാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ എ സീറോയ്ക്ക് പകരം നമ്മൾ വേറൊരു കോഎഫിഷ്യൻറ്റ് ബി സീറോയുടെ ടേംസിൽ പറയുന്നു. അത് എങ്ങനെ വേണം എടുക്കുക? സ്മോൾ ബി ആണെങ്കിൽ സ്മോൾ ബി, ലാർജർ ബി ആണ്, ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, ഏതാണേലും കുഴപ്പമില്ല. b0 പ്ലസ് b1 ലാംഡ പ്ലസ് എക്സെട്ര b2 ലാംഡ സ്ക്വയർ ഉണ്ട് പ്ലസ് എക്സെട്ര b n മൈനസ് വൺ ലാംഡ റൈസ് ടു n മൈനസ് വൺ പ്ലസ് ലാംഡ റൈസ് ടു n ഇല്ല. അതാണ് ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇനി ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദിസ് ഇക്വേഷൻ ഇതിന് 1 എന്ന് കൊടുക്കുക. ഇൻ 1 വി ഗെറ്റ് എ മൈനസ് ലാംഡ ഐ അതുപോലെ തന്നെയുണ്ട്, എ മൈനസ് ലാംഡ ഐ ഇൻറ്റു അഡ്ജോയിൻറ്റിൻ്റെ വാല്യൂ b0 പ്ലസ് b1 ലാംഡ പ്ലസ് b2 ലാംഡ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് b n minus 1 lambda raised to n minus 1 equal to determinant value a0 plus a1 lambda plus a2 lambda square plus etc plus a n minus 1 lambda raised to n minus 1 plus lambda raised to n into I. ഇത്രയാണ് നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇവിടെ എല്ലാത്തിലും ലാംഡയുടെ ടേംസ് ഉണ്ട്. ഈ ലാംഡയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ കമ്പയറിങ് കോഎഫിഷ്യൻസ് ഓഫ് ലാംഡ, ഇപ്പോൾ LHSൽ ലാംഡയുടെ ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ലാംഡ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ലാംഡ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലാംഡ എന്ന് വെച്ചാൽ ലാംഡ റൈസ് ടു 1, അതേസമയം ലാംഡ റൈസ് ടു 0 ഉണ്ട്. സോ ലാംഡ റൈസ് ടു 0 അതായത് 1ൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് 1ൻ്റെ കോഎഫിഷ്യൻറ്റ്? എ ഇൻറ്റു b0, അത് ലാംഡ റൈസ് ടു 0 ആണ്. വേറെ ഏത് ടൈം നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ലാംഡ ഉണ്ട്. ഇപ്പോൾ എ ഇൻറ്റു b1 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലാംഡ ഉണ്ട്, ലാംഡ ഇൻറ്റു b0 അവിടെ ലാംഡ ഉണ്ട്. അപ്പോൾ ലാംഡ 0യ്ക്ക് വരുന്ന കോഎഫിഷ്യൻറ്റ് എ b0 മാത്രമാണ്. എ b0 ഈക്വൽ ടു, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാംഡ റൈസ് ടു 0 അതായത് 1നുള്ള കോഎഫിഷ്യൻറ്റ് a0 മാത്രമാണ്. അതായത് കോൺസ്റ്റൻറ്റ് ടൈംസ് ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എ b0 ഈസ് ഈക്വൽ ടു a0 എന്ന് മാത്രം വരും, a0 ഇൻറ്റു I. ഇത്രയാണ് ലാംഡ റൈസ് ടു 0 അല്ലെങ്കിൽ 1ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഇനി ലാംഡ റൈസ് ടു 1ൻ്റെ കോഎഫിഷ്യൻറ്റ് എ ഇൻറ്റു b1 ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ
അത് ലാംഡയുടെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എ B1 വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാംഡ I ഇൻറ്റു B0 ലാംഡ I ഇൻറ്റു B0 ഇവിടെ മൈനസ് ആണ് വരുന്നത് B0. ഇവിടെ നമുക്ക് B0I എഴുതാതിരിക്കാം. അപ്പോൾ എഴുതിയാലും ഇല്ലെങ്കിലും അതിൽ പ്രത്യേകിച്ച് വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ഇവിടെയാണേലും I എഴുതി കഴിഞ്ഞാൽ ഒരു വാല്യൂവിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് A0 എന്ന് പറയുന്നത് ഒരു കോഎഫിഷ്യൻ്റ് വാല്യൂവും ക്യാപിറ്റൽ B0 എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് വാല്യൂ ആവാം. അഡ്ജോയിൻ്റ് A എടുക്കുമ്പോൾ നമുക്കൊരു മെട്രിക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ B0 എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഐക്ക് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. കാരണം ഒരു മെട്രിക്സ് ഇൻറ്റു I ചെയ്ത് കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ A ഇൻറ്റു B2 മൈനസ് B1 ഈസ് ഈക്വൽ ടു ഇവിടെ ലാംഡ സ്ക്വയറിൻ്റെ ടൈം എന്ന് പറയുന്നത് A2I. ഇതുപോലെ ലാംഡ റൈസ് ടു 3 വരും, എക്സെട്ര ലാംഡ റൈസ് ടു n-1 വരും, എക്സെട്ര ലാംഡ റൈസ് ടു n-1. n-1 വരുമ്പോഴത്തേനും A ഇൻറ്റു Bn-1 ഇനി ഈ ലാംഡ ഇൻറ്റു ഈ വാല്യൂ വരുമ്പോഴത്തേനും അത് ലാംഡ റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ലാംഡ റൈസ് ടു n-1ൻ്റെ കോഎഫിഷ്യൻ്റ് ഈ ലാംഡയുടെ ടൈംസിൽ നോക്കിക്കഴിഞ്ഞാൽ Bn-1 വരും, മൈനസ് Bn-1. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ലാംഡ n-1 n-2 ഇവിടെ ലാംഡ n-1, അതായത് ഇതാണ് ഇവിടെ ലാംഡ, ഇവിടെ Bn-2, ഇവിടെ Bn-1, ഇവിടെ Bn-2. അപ്പോൾ ഗ്രേറ്റർ വാല്യൂ ഏതാണ്? n-1 ആണ്. 5ൽ നിന്ന് ഒരു വാല്യൂ കുറച്ചാൽ 4ഉം 2 വാല്യൂ കുറച്ചാൽ 3ഉമാണ്. അപ്പോൾ ഗ്രേറ്റർ ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ B2 ആണ് ഗ്രേറ്റർ വാല്യൂ, B1 സ്മോളർ വാല്യൂ ആണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ലാംഡ റൈസ് ടു n-1ൻ്റെ ടേംസ് നോക്കുമ്പോൾ ഇത് ഡയറക്റ്റ് A ഇൻറ്റു Bn-1. അതേസമയം അടുത്ത ടേം ലാംഡനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുമ്പോൾ ഇത് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ലാംഡ റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ്, ലാംഡയും 1ഉം കൂടി കട്ടായി പോയി ലാംഡ റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റാണ് Bn-1. അപ്പോൾ ലാംഡ റൈസ് ടു n-1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇതിന് മുന്നത്തെ ടേം Bn-2 ലാംഡ റൈസ് ടു n-2. ഇവിടെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് n-1 ആയിട്ട് മാറും, ലാംഡ റൈസ് ടു n-1. അത് കോഎഫിഷ്യൻ്റാണ് ഇവിടെ എഴുതിയത് Bn-2 ഈക്വൽ ടു ഇവിടെ ഡയറക്റ്റാണ് ലാംഡ റൈസ് ടു n-1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? A(n-1) ഇൻറ്റു I. അപ്പോൾ ഇത്രയായി. ഇനി ഒരു കോഎഫിഷ്യൻ്റ് കൂടിയാണുള്ളത്, അത് ലാംഡ റൈസ് ടു n. ലാംഡ റൈസ് ടു n ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ടേംസ് ഒന്നും ഇല്ല, കാരണം ഇവിടെ ലാംഡ റൈസ് ടു n ഇല്ല. ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു n-1 ലാംഡ റൈസ് ടു n ആവും. അപ്പോൾ മൈനസ് Bn-1 ഈക്വൽ ടു ഇവിടെ ലാംഡ റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ് ഇൻറ്റു I. ഇത്രയും കിട്ടി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സം എടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, A0I
a0i plus a1a plus etc. an minus 2 a raised to n minus 2 plus an minus 1 a raised to n minus 1 plus an equal to 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡ് ഫുള്ള് സം ചെയ്ത് കഴിഞ്ഞാൽ a0 പ്ലസ് a1i പ്ലസ് a2i അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഒരു a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a0i പ്ലസ് a1a പ്ലസ് എ സ്ക്വയർ a2 എന്ന് വരും. അതായത് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് ഈ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. a0i പ്ലസ് a1 പ്ലസ് ഇവിടെ a2 a സ്ക്വയർ ആണ്, a2 a സ്ക്വയർ പ്ലസ് ഇങ്ങനെ വരും. ഇവിടെ a റൈസ് ടു n മൈനസ് 1, ഇവിടെ a റൈസ് ടു n. അങ്ങനെ സമ്മ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും ഈ സൈഡ് ഫുള്ള് സമ്മ് എടുത്ത് കഴിയുമ്പോഴത്തേനും a0i പ്ലസ് a1ai പ്ലസ് a2a സ്ക്വയർ i പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് 1 a റൈസ് ടു n മൈനസ് 1 i പ്ലസ് a റൈസ് ടു n. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ab0 മൈനസ് ab0. അപ്പോൾ ab0യും കട്ടായിപ്പോയി. അതിനുശേഷം ഇവിടെ a സ്ക്വയർ b1, ഇവിടെ a സ്ക്വയർ b1ഉം കട്ടായിപ്പോയി. ഇവിടെ a ക്യൂബ് b2ഉം അടുത്ത ടേമിൽ വരുന്ന ഒരു a ക്യൂബ് b2ഉം തമ്മിൽ കട്ടായി പോകും. ഇവിടെ a റൈസ് ടു n bn മൈനസ് 1ഉം a റൈസ് ടു n bn മൈനസ് 1ഉം തമ്മിൽ കട്ടായി പോകും. ഈ a റൈസ് ടു n മൈനസ് 1 bn മൈനസ് 2ഉം ഇവിടെയുള്ള ടേമുമായിട്ട് ക്യാൻസലായി പോകും. അപ്പോൾ ഈ സൈഡ് ഫുള്ള് നമുക്ക് 0 എന്ന് കിട്ടും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ a0i പ്ലസ് a1a പ്ലസ് ഇവിടെ ഇപ്പോൾ a0i എന്ന് പറയുമ്പോൾ ഇത് ടോട്ടലി ഒരു മെട്രിക്സ് ആണ്. അതായത് 1 0 0 0 1 0 ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെട്രിക്സ് ഫോമാണ്. ഇവിടെ i ഇട്ടാലും ഇല്ലെങ്കിലും അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം a എന്ന് പറയുന്നത് ഓൾറെഡി ഒരു മെട്രിക്സ് തന്നെയാണ്. അതിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം മെട്രിക്സ് തന്നെ കിട്ടത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ i കീപ്പ് ചെയ്യുന്നു, ഇവിടെ i എഴുതുന്നില്ല. കാരണം ഇവിടെ i ഉണ്ട്, ഇവിടെ നമ്മൾ എഴുതുന്നില്ല. ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. i എഴുതിയില്ലെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രമായിട്ട് പോകും. ഈ i മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് മെട്രിക്സ് ആയി മാറും. സോ a സ്ക്വയർ a റൈസ് ടു 2 പ്ലസ് എക്സെട്ര an മൈനസ് 1 a റൈസ് ടു n മൈനസ് 1 പ്ലസ് a റൈസ് ടു n ഈക്വൽ ടു 0. ഇനി ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതി കഴിഞ്ഞാൽ a റൈസ് ടു n പ്ലസ് an മൈനസ് 1 a റൈസ് ടു n മൈനസ് 1 പ്ലസ് അടുത്ത ടൈം എന്താണ് വരുന്നത് an മൈനസ് 2 a റൈസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് a1a a2 a സ്ക്വയർ ഉണ്ട് പ്ലസ് a0i ഈക്വൽ ടു 0. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. സോ കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്താണ് പറയുന്നത്? എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇഫ് എ സ്ക്വയർ മെട്രിക്സ് A of order n is considered, the characteristic equation is given by a minus lambda is equal to 0. അതിനെ ഡിറ്റർമിനൻ്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ലാംഡ റൈസ് ടു n a n minus 1 ലാംഡ റൈസ് ടു n minus 1 പ്ലസ് a n minus 2 ലാംഡ റൈസ് ടു n minus 2 പ്ലസ് എക്സെട്ര പ്ലസ് a1 ലാംഡ റൈസ് ടു 1 പ്ലസ് a0 is equal to 0. ഇൻ മെട്രിക്സ് ഫോം a റൈസ് ടു n പ്ലസ് a n minus 1 a റൈസ് ടു n minus 1 പ്ലസ് a n minus 2 a റൈസ് ടു n minus 2 പ്ലസ് എക്സെട്ര പ്ലസ് a1 പ്ലസ് a0i is equal to 0. ഇനി ഇതിൻ്റെ പ്രൂഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നതാണ് മെട്രിക്സ് ഇക്വേഷൻ. a ഇൻറ്റു അഡ്ജോയിൻ്റ് a എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് a ഇൻറ്റു i ആണ്. ഇവിടെ aനെ a മൈനസ് ലാംഡ i വെച്ച് റീപ്ലേസ് ചെയ്യണം. a മൈനസ് ലാംഡ i അഡ്ജോയിൻ്റ് a മൈനസ് ലാംഡ i ഈസ് ഈക്വൽ ടു a മൈനസ് ലാംഡ i ഇൻറ്റു i.
എ മൈനസ് ലാംഡ ഐയുടെ എക്സ്പാൻഷൻ, ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐയുടെ എക്സ്പാൻഷൻ നമുക്കുണ്ട്. അതും അഡ്ജോയിൻ്റ് എയുടെ എക്സ്പാൻഷൻ B0യുടെ ടേംസിലും ഉള്ള എക്സ്പാൻഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ഉള്ള വ്യത്യാസം എന്താണ്? അഡ്ജോയിൻ്റ് എ മൈനസ് ലാംഡ ഐക്ക് ലാംഡ റൈസ് ടു എൻ്റെ ടേംസ് ഇല്ല. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ലാംഡയുടെ കോഎഫിഷ്യൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി എടുത്ത് ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കോഎഫിഷ്യൻറ്റ് ഓഫ് ലാംഡ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ലാംഡ റൈസ് ടു 0 അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. കാരണം കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ലാംഡ റൈസ് ടു 0 ആണ്. സോ അത് തൊട്ട് കമ്പയർ ചെയ്ത് തുടങ്ങണം. ലാംഡ റൈസ് ടു 0 ഫസ്റ്റ് കമ്പയർ ചെയ്യണം, പിന്നെ ലാംഡ സ്ക്വയർ, അതിങ്ങനെ പോയി എക്സെട്ര ലാംഡ റൈസ് ടു n-1 ലാംഡ റൈസ് ടു n. ഇത്രയും ടേംസ് എഴുതിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ടേം തൊട്ട് ലാംഡയുടെ ടേം തൊട്ട് ഒരു a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a സ്ക്വയർ എക്സെട്ര an-1 an. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്യാൻസലായി പോകാൻ വേണ്ടിയാണ്. മൾട്ടിപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ B0യും -B0യും തമ്മിൽ കട്ടായി പോകത്തില്ല. ഒരു a മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ B0യും -B0യും കട്ടായി പോകുള്ളൂ. B1ഉം -B1ഉം തമ്മിൽ കട്ടായി പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ എൻ്റയർ സൈഡ് 0 ആയിട്ട് കിട്ടും. അതേസമയം ഈ സൈഡ് ആഡപ്പ് ആവും. a0i പ്ലസ് a1ai, a0i പ്ലസ് a1ai, a2 a സ്ക്വയർ i പ്ലസ് എക്സെട്ര, അങ്ങനെ ഇത്രയും ടൈംസ് വരും. an വരെ വരും. അത് ഒരു സൈഡ് 0 ആയിപ്പോയി, മറ്റേ സൈഡ് നമ്മൾ എഴുതി. ഒരു a0i മാത്രം വയ്ക്കുന്നു, ബാക്കി എല്ലായിടത്തെയും i നമ്മൾ എഴുതിയില്ല. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ മെട്രിക്സ് ഇക്വേഷൻ കിട്ടും. ഇത്രയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം ആൻഡ് ഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം and find verify Cayley-Hamilton theorem, find the characteristic equation and hence find a raised to 4 and a inverse, where the given matrix A is 1 2 0 2 -1 0 0 0 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്യണം, പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം, a raised to 4ഉം a ഇൻവേഴ്സും കണ്ടുപിടിക്കണം. So the characteristic equation is given by a minus lambda I is equal to 0. അതായത് 1 മൈനസ് ലാംഡ, അതായത് ഈ മെട്രിക്സ് മൈനസ് ലാംഡ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ 1 മൈനസ് ലാംഡ 2 0 2 -1 മൈനസ് ലാംഡ 0 0 0 1 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കാനായിട്ട് ഒന്നെങ്കിൽ നോർമൽ പ്രോസസ്സിൽ കൂടി ഈ ടേം എടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. Now taking the determinant, we have 3/3 matrix ആകുമ്പോൾ lambda raised to 3 minus sum of diagonal elements into lambda square plus sum of diagonal minors into lambda minus determinant equal to 0.
ഇതാണ് ഈ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് എ. ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം അല്ല, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം ഓഫ് എ. ഇത് തന്നെ 2/2 മെട്രിക്സ്, ഇത് 3/3 മെട്രിക്സിൻ്റെ കേസാണ്. ഇത് തന്നെ 2/2 മെട്രിക്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് of A into lambda plus determinant A is equal to 0. അപ്പോൾ ഇത് നമുക്ക് എഴുതി കഴിയുമ്പോഴത്തേനും ഇത് നമ്മൾ 2/2 മെട്രിക്സിൻ്റെ കേസ് പറഞ്ഞതേ ഉള്ളൂ. 2/2 ആകുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് എഴുതാനാണേലും എളുപ്പമാണ്. അപ്പോൾ ഇവിടെ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വൺ മൈനസ് 1 പ്ലസ് 1, അതായത് 1 തന്നെയാണ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഇനി സം ഓഫ് ഡയഗണൽ മൈനേഴ്സ്. എന്താണ് ഡയഗണൽ മൈനേഴ്സ്? സം ഓഫ് ഡയഗണൽ മൈനേഴ്സ്. ഡയഗണൽ മൈനർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ഡയഗണൽ ടേംസ്. ഇപ്പോൾ ഫസ്റ്റ് ഡയഗണൽ ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഈ റോയും കോളവും അങ്ങോട്ട് പോകും. ബാക്കി ടേംസിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 ഇൻറ്റു -1 -1 -0. അപ്പോൾ -1 ഒരു ടേമിൻ്റെ കഴിഞ്ഞു. ഇനി ഈ ടേം ഇത് പോയി. സെക്കൻഡ് ഡയഗണൽ ടേം പോയി കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 1 പ്ലസ് 1. ലാസ്റ്റ് ടേം -1 ഇൻറ്റു -4 -1 -4, അതായത് -5 ആണ് സം ഓഫ് ഡയഗണൽ മൈനേഴ്സ്. ഇതെങ്ങനെ എടുത്തതെന്ന് കിട്ടിയല്ലോ. ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഈ റോയും കോളവും പോയി -1. സെക്കൻഡ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഈ റോയും കോളവും പോയി 1. തേർഡ് ടൈം എടുക്കുമ്പോഴത്തേന് ഈ റോയും കോളവും പോയി -1 -4. അപ്പോൾ -5 ആണ് ആൻസർ. ഇനി ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുമ്പോഴത്തേനും 1 ഇൻറ്റു ഇത് നേരത്തെ എടുത്ത പോലെ തന്നെ ഫസ്റ്റ് ടൈം ഇൻറ്റു -1 പ്ലസ് 0 -2 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 0 പ്ലസ് 0. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത്? -1 -4 ഈക്വൽ ടു -5. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാമായി. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആയി, ഡയഗണൽ മൈനേഴ്സ് ആയി, ഡിറ്റർമിനൻ്റ് ആയി. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഇംപ്ലൈസ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. മൈനസ് ആണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 -1 ലാംഡ സ്ക്വയർ. അടുത്തത് സം ഓഫ് ഡയഗണൽ മൈനേഴ്സ് -5 ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ പ്ലസ് 5 ഈക്വൽ ടു 0. ഇതാണ് ഈ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദിസ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഒരു കാര്യം നമുക്കായി, ഹെൻസ് ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതായി. പക്ഷേ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ആയിട്ടില്ല. അതെങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ എടുക്കണം. എന്നിട്ട് അത് വാലിഡ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രൂവ് ആണോ അല്ലേന്ന് നമുക്ക് നോക്കാൻ പറ്റും. സോ ദ മെട്രിക്സ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ മെട്രിക്സ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഇത് എല്ലാം എ വെച്ച് റീപ്ലേസ് ചെയ്യണം. a³ മൈനസ് a² 1a² മൈനസ് 5a പ്ലസ് 5 മാത്രമാണ് ഇവിടെ മെട്രിക്സ് ഫോമിൽ വരുമ്പോൾ i വരും, ഈക്വൽ ടു 0. ഇതാണ് മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ എ ഉണ്ട്. എ എന്ന് പറയുന്നത് ഗിവൺ മെട്രിക്സ്. സോ a³ a² a
ഐ വെച്ച് റീപ്ലേസ് ചെയ്യണം. എ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തോ എ ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്തോ കണ്ടുപിടിക്കാം, അല്ല കാൽക്കുലേറ്ററിൽ വാല്യൂ എൻ്റർ ചെയ്തും കണ്ടുപിടിക്കാം. സോ എ ക്യൂബ് എന്ന് പറയുന്നത് 5 10 0 10 -5 0 0 0 1 മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ഒരു പ്രാവശ്യം കൂടി എഴുതി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതാണ്. 5 0 0 0 5 0 0 0 1 മൈനസ് 5 ഇൻറ്റു എ. 5 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 5 10 0 മൈനസ് 5 10 0 10 -5 0 0 0 5 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു 5 5 0 0 0 5 0 0 0 5 ഈക്വൽ ടു നമ്മൾ എഴുതുന്നില്ല, ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രൂവ്ഡായി. ചെക്ക് നമുക്ക് ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നോക്കിക്കഴിഞ്ഞാൽ 5 - 5 0 -5 5 0. അപ്പോൾ ഫസ്റ്റ് ടേം 0 കിട്ടി. 5ഉം -5ഉം കൂടി പോയി, 5ഉം -5ഉം കൂടി പോയി. ഇനി 10 0 -10 സെക്കൻഡ് ടൈം 0, ഇവിടെ 0 തേർഡ് ടൈം എല്ലാം 0. ഫോർത്ത് ടൈം സെക്കൻഡ് റോയിലെ ടൈം 10 0 -10 10 -10 0 -5 -5 -10 +10 5. അപ്പോൾ ഇവിടെ +5 ഇവിടെ +5 ഇവിടെ -5 ഇവിടെ -5. അപ്പോൾ -10ഉം +10ഉം കൂടി 0 0 0 0 0 0 0 എല്ലായിടത്തും 0, അടുത്ത ടൈം 0, എല്ലായിടത്തും 0, അടുത്ത ടൈം 0. 1 - 1 0 ആയിപ്പോയി. 5 - 5 0. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഹെൻസ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഈസ് പ്രൂവ്ഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ടും ക്ലിയറായി. കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രൂവായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട a⁴ഉം a⁻⁻1 അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എഴുതണം. വി ഹാവ് ദ മെട്രിക്സ് ഇക്വേഷൻ a³ - a² - 5a + 5i = 0. ഇതിന് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ a⁴ നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും a⁴ ആണ്. a⁴ - a³ - 5a² + 5ia. ia എന്ന് പറയുന്നത് a തന്നെയാണ്. i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ 5a = 0. അപ്പോൾ ഇവിടെ a⁴ എന്ന് പറയുന്നത് a³ + 5a² - 5a. ഇവിടെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ മെട്രിസസ് എഴുതി കഴിഞ്ഞാൽ (25 0 0 0 25 0 0 0 5) minus 5 10 0 10 -5 0 0 0 5. അപ്പോൾ a⁴ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 5 - 5 0 25 10 - 10 0 0 10 - 10 0 5ഉം +5ഉം പോയിട്ട് 25 0 0 0 5ഉം -5ഉം കൂടി പോയി ബാക്കി 1. ഇതാണ്
A⁴ വാല്യൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഒരു പാർട്ടും കൂടി കിട്ടി, A⁴ കിട്ടി. ഇനി A⁻1 ആണുള്ളത്. ഇതുപോലെ തന്നെ A⁻1 കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ A⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A³ A² ആവും, A² A ആവും, A എന്ന് പറയുന്നത് I ആവും, I എന്ന് പറയുന്നത് A ഇൻവേഴ്സ് ആവും. A ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയുന്നത് I ആണ്. I ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ടേംസ് ക്യാൻസലായി പോയിട്ട് റിമൈനിങ് വരുന്നത്, പിന്നെ ഇവിടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ 5 ഇപ്പുറത്തോട്ട് പോകും. ഇതാണ് നമുക്ക് A ഇൻവേഴ്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ A ഇൻവേഴ്സിൻ്റെ വാല്യൂം കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു, പിന്നെ മെട്രിക്സ് ഇക്വേഷൻ എഴുതി, അത് വെരിഫൈ ചെയ്തപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ 0 കിട്ടി. കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ആയി. 0 കിട്ടിയപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്തു. പിന്നെ നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ എഴുതി, അതിന് A⁴ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A³ മൾട്ടിപ്ലൈ ചെയ്ത് A⁴ കണ്ടുപിടിച്ചു, A ഇൻവേഴ്സും കണ്ടുപിടിച്ചു. ഇത്രയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറവും അതിൻ്റെ ഒരു എക്സാമ്പിളും.